പതിയെ റീൽസ് ഉണ്ട് കൊച്ചിനെ ഉണർത്തുമോ? അവൻ കുറച്ച് നേരോടെ ഉറങ്ങിക്കോട്ടെ, സൗണ്ട് കുറച്ച് വേ. ഞാൻ പറഞ്ഞത് ഉമ്മത്തല്ലേ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, അവിടെ ഗുഡ് മോർണിംഗ്. ഇതെന്നും പതിവാണ് ഗൈസ്. വെളുപ്പാങ്കാലത്ത് ഒരു സുഖം ഉറക്കം ഇങ്ങനെ ഉറങ്ങി ആസ്വദിച്ച് വരുമ്പോഴത്തേക്കും ഈ തന്ത എന്തെങ്കിലും ഇട്ട് എന്നെ ഉണർത്തും. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഈ തന്ത രാവിലെ റീൽസ് സൗണ്ട് വെച്ച് എന്നെ ഉണർത്തി. എനിക്കാണെങ്കിൽ ഉറക്കവും മുഴുത്തില്ല. ഞാൻ ഈ ഉറക്കമൊക്കെ എപ്പോ ഉറങ്ങി തീരാനാ? ഒരു കൊച്ചുള്ള വീടാണെന്ന് ഈ തന്തയ്ക്ക് ഒരു ഓർമ്മ വേണ്ടേ? എനിക്കാണെങ്കിൽ വയറും വിശക്കും. വല്ല ഫ്രഞ്ച് ഫ്രൈസ് വല്ലോ രാവിലെ കിട്ടും. രാവിലെ കഴിക്കാൻ സ്പെഷ്യൽ മുട്ട. പിന്നെ മുട്ട കഴിച്ച് മനുഷ്യ ഇവിടെ മടുത്ത്. പൊരിച്ചാണെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കാം. കൊണ്ടുപോവാ. വേണമെങ്കിൽ എന്നെ അങ്ങോട്ട് എടുക്ക്. രാവിലെ ഉണത്തിയും പോരാഞ്ഞിട്ട് എനിക്കൊന്നും വയ്യ. അച്ഛൻ തരട്ടെ മുട്ട? അമ്മച്ചി, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. രാവിലെ എന്റെ വാങ്ങുവൻ. ഇത് അവന്റെ സ്ഥിരം വേലയാ, ഇങ്ങനെ പിള്ളേരെ പറ്റിക്കുന്നത്. എന്നാ പിന്നെ എവനെ എന്നെ മുട്ട തിന്നാ പോരെ. എന്തോ എന്റെ ചുണ്ടിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവരിങ്ങനെ മാറ്റുമ്പോ അവനിട്ട് എന്തോ ഒരു സുഖം കിട്ടും. ഇനി എന്നെ നീ എന്നോ അങ്ങനെ തീറ്റിക്കണ്ട. എന്റെ പുഴ കുറച്ച് നേരം കിടന്ന് ഓടിയിട്ട് എന്നെ തീറ്റിച്ചാൽ മതി. അല്ല, ഞാൻ മര്യാദക്ക് തിന്നാൻ വന്ന് കുത്തിയിരുന്നേല്ലേ. ഇനി എന്നെ കിട്ടിയത് തന്നെ. പിന്നെ എനിക്കൊന്നും വേണ്ട മുട്ടയും കൂട്ടൻ. ഓട് വായിണ്ടില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. എനിക്ക് എവിടെ ഇടിച്ചിട്ടൊന്നുമില്ല. ഇതെന്റെ സ്ഥിര എക്സ്പ്രഷനാ. എന്തെങ്കിലും സമയം കളയാനുണ്ടെങ്കിൽ എന്റെ അമ്മച്ചി എടുത്ത് ഈ എക്സ്പ്രഷൻ ഇട്ടാൽ മതി. അമ്മച്ചി ശരിക്കും എനിക്ക് എവിടെ ഒന്നൊന്ന് കണ്ടില്ലേ അമ്മച്ചി തളായി തരുന്നത്. അമ്മച്ചി പറ്റിക്ക് എളുപ്പാ. ഇങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ് നമ്പർ ഇട്ടാൽ മതി. എനിക്ക് വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കണ്ട. എനിക്ക് പുറത്തിറങ്ങിയ മ്യാവുനെ കാണണം. അതിന് വേണ്ടിയുള്ള ഒരു നമ്പറും കൂടി ആയിരുന്നു ഇത്. സ്ഥിര യൂണിവേഴ്സൽ അമ്മമാരുടെ ഡയലോഗ. കാക്ക കാക്ക. എവിടെ കാക്ക? എനിക്ക് കാക്കയെ കാണണ്ട. എനിക്ക് മ്യാവുനെ കണ്ടാൽ മതി. പിന്നെ ബൗബോ ഇപ്പൊ വിളിച്ച ഓടിയങ്ങ് വരായിരിക്കില്ലേ ബൗബോ? മ്യാവുനെ കണ്ടില്ല. എന്നെ ഈ സമയത്ത് വരുന്നതാണല്ലോ. യെസ്, പ്ലാൻ ബി സക്സസ്. ഫുഡ് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ അമ്മ അച്ഛന് കാർട്ടൂൺ വെച്ചേര്. ഞാൻ കളിക്കുന്ന സ്ഥലത്താണോ ലാപ്ടോപ്പ് കൊണ്ടുവച്ചേക്കുന്നേ. ഇത് ഊരി വരുന്നില്ലല്ലോ. അമ്മച്ചി, ഇത് ഊരി തരുവോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ എന്റെ ഗാഡ്ജറ്റ്സിലൊന്നും തുടരുതെന്ന്. വെക്കടാനാ ഞാനതിൽ തൊട്ടൊന്നും പറഞ്ഞ് ഉരുകി പോവാ. ഒരു സ്നേഹമില്ലാത്ത വേറെ ഒന്നും നിനക്ക് കളിക്കാൻ വേണ്ടി ഞാൻ കുറെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അതിൽ പോയിരുന്ന് കളിക്കണം. നീ എന്റെ കളിപ്പാടത്തോടെ ഇങ്ങ് പാടാ. ഞാനും നിനക്ക് കളിക്കാൻ തരത്തില്ല. ഒരു കള്ളക്കരച്ചിലെന്നോ പാസ്സാക്കിയേക്ക ചിലപ്പം തരുവായിരിക്കും. കള്ളക്കരച്ചിലൊന്നും ഇവിടെ വേണ്ട. നിന്റെ ഉടായ്പ നിന്റെ അമ്മയെടുത്ത് നടക്കും, എന്റെ അടുത്ത് നടക്കത്തില്ല. നിന്റെ എല്ലാ ഉടായ്പത്തരും എനിക്കറിയാം. എന്നെ പറ്റിക്കരുത്. ചീറ്റിപ്പോയി ഗൈസ്. എവൻ എന്നെക്കാട്ടി വലിയ ഉടായ്പ. എവൻ എന്റെ കള്ളത്തരങ്ങളെ മൊത്തം അറിയാം. നോക്കാം, പോയി കാണും. ഇവന്റെ നീ ഇങ്ങനെ നോക്കുന്ന പൊക്കൂടെ? അതിന് ടി വി ഒന്നും വേണ്ട. ഞാൻ വേണേ ഡാൻസ് കളിച്ച് കാണിക്കാം. അതിനും വേഗം ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടിൽ ഇറങ്ങി പോകുന്നത്. ഇരിക്കുന്നതാണ്ട നിന്റെ ഡാൻസ്. കുറച്ചു നേരം നമുക്ക് മിണ്ടാതെ കിടക്കാം. അവനങ്ങ് പോവായിരിക്കും. ശല്യം. അമ്മച്ചി നമുക്ക് ടി വി ഇട്ട് തന്നു. ഇനി നമുക്ക് കാർട്ടൂണും കണ്ട് ഫുഡ് കഴിക്കാലോ. നമ്മൾ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ഇച്ചിരി കരഞ്ഞു കാണിച്ചാൽ നമ്മൾ അമ്മമാരെടുത്ത് എല്ലാം സെറ്റാക്കി തരുവാടി. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാർട്ടൂണും ഫുഡ് ഇട്ട് തന്നാൽ ഞാൻ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് ഫുഡ് കഴിക്കും. അതാണ് എൻ്റെ എൻ്റർടൈൻമെൻറ്റ്. പിന്നെ അച്ഛനെ കണക്ക് ഓന ഡാൻസ് ഒന്നുമല്ല. എൻ്റെ എല്ലാം വെറൈറ്റി സ്റ്റെപ്സാണ്. ഇതാണ് കാത്തു, എൻ്റെ ഫേവറേറ്റാണ്. പക്ഷെ എനിക്ക് വേറെ ഒരുത്തനുണ്ട് ഇതിനകത്ത്. കുണ്ടച്ചേ അല്ല കിണ്ടൻ. എനിക്ക് അവനെ ഇഷ്ടമേ അല്ല. ഗൈസ്, എനിക്ക് കുളിക്കാനുള്ള സമയമായി. എനിക്ക് പക്ഷെ കുളിക്കാൻ ഇഷ്ടമല്ല. എങ്ങോട്ടേലും ഓടി രക്ഷപ്പെട്ടേക്കാം. ഇപ്പോഴെപ്പിടി കൊടുക്കണ്ട. ഈ അമ്മച്ചി എന്നെ കുളിപ്പിക്കും ഗൈസ്. എനിക്കാണെങ്കിൽ വെള്ളം അലർജിയ. അതല്ല, ഞാനും അമ്മയുടെ മോൻ തന്നെയല്ലേ. അത് ഈ അമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി പിടിച്ച്. ഇനി നമുക്ക് അമ്മയെ സോപ്പിടാൻ വേണ്ടി കുറച്ച് ടേബിളൊക്കെ കഴുകി കൊടുക്കാം. അപ്പൊ ഇന്നെ കുളിപ്പിക്കത്തില്ലായിരിക്കും അല്ലേ? അത് പിന്നെ ഞാൻ അമ്മയെ സഹായിക്കുന്ന കണ്ടുകൂടെ അമ്മേ. ഇത് ഇവിടെ മൊത്തം അഴുക്കാം. ഞാനിത് ക്ലീൻ ആക്കട്ടെ. ദേഹം മൊത്തം അഴുക്കാക്കി. അല്ലേലും കുളിക്കാം. മതി കളിച്ചത്. കഴിവുണ്ടായിരുന്നു. ഈ കാലത്ത് ആരെ ഒരു സഹായം ചെയ്തുകൂടാ. കണ്ടില്ലേ എന്നെ എടുത്തോട്ട് പോന്നേ. ഗൈസ്,
അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം. എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ കരയുവാ. എനിക്ക് ഇഷ്ടമല്ല വെള്ളം. ഗൈസ്, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കരഞ്ഞ് വീട് തലതിരിച്ച് വെച്ചിട്ടുണ്ടേ. അങ്ങനെ 1/2 മണിക്കൂർ തീരേണ്ട കുളി ഞാൻ 10 മിനിറ്റ് തീർത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എന്തിനാ മോനെ ഇങ്ങനെ കരയുന്നേ? നമ്മൾ കുളിച്ചാലല്ലേ നമ്മൾ നല്ല വൃത്തി നല്ല സുന്ദര കുട്ടപ്പനാകത്തോള്. അപ്പൊ ഇനി കരയരുത് കേട്ടോ. തന്റെ നീ ആദ്യം പോയി കുളിച്ചിട്ട് 2 ദിവസമായില്ലേ? അവ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കോ? അപ്പോഴത്തേക്ക് അമ്മ തേനെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്റെ ഗെറ്റ് റെഡി ആണേ. അയ്യോ, ആരും ഇങ്ങോട്ടൊന്നും നോക്കല്ലേ, എനിക്ക് തോത്ത് മാത്രമേ ഉള്ളേ. ഇനി നമുക്ക് കുറച്ച് സ്കിൻ കെയർ ആയാലോ? സ്കിൻ കെയർ ആയാലോ? ആ, സ്കിൻ കെയർ ഒക്കെ എനിക്ക് ഇഷ്ടാ. ബാ, നമുക്ക് പൗഡർ ഒക്കെ ഇടാം. അച്ഛനൊരു പാട്ട് പാടുത്തരട്ടെ. താമരപ്പൂവിൽ വാഴും ചിരിച്ചു കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ പാട്ട് ഇപ്പോഴൊന്നും നിർത്തൂല. കണ്ടോടി, എന്റെ പാട്ട് അവൻ ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇല്ലയോ ഇങ്ങനെ ചിരിക്കോ? ആ പിന്നെ അത് ഏട്ടന് വിഷമമുണ്ടെന്ന് പറഞ്ഞ അവൻ ചിരിച്ചു തന്നതാ. അമ്മയും ആരും പിടികിട്ടി. ഈ അച്ഛ ഒരു മണ്ടം തന്നെ. ഇനി നമുക്ക് ഉടുപ്പിടാം. എനിക്ക് ടീഷർട്ട് ഒന്നും വേണ്ട, ഒന്നാതെ ചൂട്. ഈ ഉളുമ്പിടിച്ച് ഇതൊക്കെ എങ്ങനെ അമ്മച്ചി വാരി വലിച്ചിരുന്നേ പിടിച്ച്. എനിക്കൊന്നും ഇഷ്ടമല്ല ഗൈസ്. നിക്കറിടാം ബാ. ആ, ഇനി അടുത്ത ചൂടും പിടിച്ച് പാറ്റും പൊക്കി പിടിച്ചിട്ട് വന്നിരിക്കുക. എനിക്ക് സ്നഗ്ഗി മാത്രമാണ് ഇഷ്ടം. ഈ ടീഷർട്ടും കൂടി ഊരി കളഞ്ഞിരുന്നെങ്കിൽ അത്ര ഉപകാരമായനെ. പിടി കൊടുക്കണ്ട, ഓടിക്കേക്കാം. ഓടി കാല് വരയ്ക്കുമ്പോ അമ്മച്ചി അങ്ങ് പൊക്കോളും. പിന്നെ എന്നെ പിടിക്കുക ഇച്ചിരി പുളിക്കും. അച്ഛന്റെ പൊന്നിങ്ങ അച്ഛൻ രക്ഷിക്കാം. അമ്മ അങ്ങനെ ഉടുപ്പിടാൻ സമ്മതിക്കോ? ഞാൻ ചതിച്ച് ഗൈസ്. ഈ അച്ഛനെ നമ്പിക്കൂടാ. ഇവ രാവിലെ തൊട്ടായി എനിക്ക് പണി തരുവാണല്ലോ. ഇതെന്താ ചാക്കോ? വലിയ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുമല്ലോ മതിയായിരുന്നു. മുടി ചീപ്പില്ലടാ, മുടിയും കൂടെ ചീപ്പണ്ടേ, എന്നാലേ കൊള്ളത്തോളം പോ. നല്ല ചുണ്ടനായല്ലോ. ഇങ്ങനാണോ മുടി ചീപ്പുന്നേ? നമ്മളൊക്കെ ജെൻസി അമ്മച്ചി. ഈ ഒരുമാതിരി ഉണ്ണിക്കുട്ടനെ പോലെ. ഗൈസ്, എങ്ങനെ ഉണ്ട് എന്റെ ഔട്ട്ഫിറ്റ്? കൊള്ളാമോ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. നമുക്ക് അച്ഛനിട്ടൊരു പണി കൊടുക്കാം. തറയിൽ എന്തെങ്കിലും പറക്കി തിന്നുന്ന പോലെ അഭിനയിക്കാം. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെയല്ലേ പറ്റിക്കാൻ പറ്റത്തുള്ളൂ. കയ്യിലെന്ത് വിടാമ്പോ? കൈ നോക്കട്ടെ. അയ്യോ, എന്റെ കൈ ഒന്നുമില്ലേ, പറ്റിച്ചേ. എനിക്ക് ആപ്പിൾ ഭയങ്കര ഇഷ്ടാ. അതുമല്ല, കുളിച്ചു കഴിഞ്ഞ് എനിക്ക് ഭയങ്കര വിശപ്പ. മതി ഞോണ്ടിത് ഇങ്ങോട്ട് താ അമ്മച്ചി. പൊട്ടിപ്പോളി കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ ഞാൻ തലയെ കാട്ടി ഡാൻസ് ഒക്കെ കളിച്ച് വേറെ വൈബിലേ ഞാൻ കഴിക്കാറുള്ളൂ. നീ എന്തിനാ തലയാട്ടുന്നേ? നീ തലയാട്ടണ്ട. എടി, ആപ്പിൾ ഇനി ഫ്രിഡ്ജിൽ ഇല്ല. പിന്നെ ഒരു പൂളിഞ്ഞ് എനിക്ക് ഞാനും കഴിക്കട്ടെ. ഫുഡ് കൊടുത്തുള്ള സ്നേഹമൊന്നും വേണ്ട. എന്റെ ആപ്പിൾ തിന്നില്ലെങ്കിൽ നിന്റെ ഫോൺ എടുത്ത് തറയിട്ട് എറിഞ്ഞ് പൊട്ടിക്കുന്ന എടാ എന്റെ ആപ്പിൾ. ആ, അങ്ങനെ വഴിക്ക് വാ. എനിക്ക് പല്ലുണ്ട് കേട്ടോ, ഞാൻ തിന്നോളാം. പല്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അകപ്പെടാൻ 4 പല്ല് എനിക്ക് വന്നിട്ടുള്ളൂ ഗൈസ്. ഇത് കൊണ്ടിട്ട് ഒരു ആപ്പിൾ തിന്നാൻ പോയിട്ട് ഒരു ചക്കക്കുരു തിന്നാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് പല്ല് വരാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണേ. എങ്ങനെയുണ്ട് എന്റെ പല്ല്? ഇനി സ്വല്പം ഡാൻസ് ആവാം. എന്റെ ഫോൺ എടുത്ത് എറിഞ്ഞില്ലേ നീ? ഇപ്പൊ സ്നേഹമായിട്ട് വന്നേക്കുന്നു. എടാ, നീ അല്ലേടാ ആപ്പിൾ ചോദിച്ചേ? അങ്ങോട്ട് തിന്നടാ, അങ്ങോട്ട് ആപ്പിൾ. എന്നാ എടാ തിന്നടാ. എടാ നല്ല ടേസ്റ്റ് ഉണ്ടോടാ, നല്ല മധുരമുണ്ട്. പിന്നെ എന്താ തിന്നാ? നീ നിന്ന് മടുത്തില്ലടാ, അതുകൊണ്ട് നീ എനിക്ക് തരുന്ന. ഗൈസ്, അവന് കാര്യം മനസ്സിലായി. അതെ, മടുത്തോണ്ടോ ഞാൻ തന്നെ. എനിക്ക് മതി നിന്റെ ആപ്പിൾ, വേണ്ട പോർന്നു. മൊത്തം ആപ്പിൾ തുപ്പലും ആക്കിയിട്ട്. നീ നിന്റെ പെണ്ണുമ്പള തുപ്പലാക്കി തിന്നതില്ലേ? നിന്റെ മോൻ തുപ്പലാക്കി എന്താ തിന്നാം? തിന്നടാ, എടാ തിന്നടാ. നീ തിന്നില്ലെങ്കിൽ നിന്നെ കൂടെ തീറ്റിക്കും. വലിയൊരു ജോലി കഴിഞ്ഞു. ചെറുക്കനെ കുളിപ്പിക്കുന്ന സമയം തന്നെ എന്തുവാ കരച്ചില് തന്നെ. എനിക്കിനി അടുക്കള ജോലി ചെയ്യണം. ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? എന്നെ ശല്യം ചെയ്യുമ്പോ വന്നേക്കരുത്. നോയിക്കോണേ. എടി, ഞാൻ നോക്കിക്കോളാം അവനാ, നീ വെക്കോ. പിന്നെ നിന്റെ കൂടെ കളിക്കാനല്ലേ എനിക്ക് സമയം. ഒറ്റയ്ക്കും കളിച്ചാൽ മതി. ഇത്ര ദിവസമായി ഗെയിം കളിച്ചിട്ട്. കണ്ടോ ഗൈസ്, എന്റെ കൂടെ കളിക്കാൻ വേണ്ടിട്ട് ആരുമില്ല. അമ്മ എന്റെ കൂടെ പന്ത് കളിക്കാൻ പറഞ്ഞതാ. എന്നിട്ട് ഈ അച്ഛൻ ഒറ്റയ്ക്ക് പോയിരുന്ന് ഗെയിം കളിക്കോ. ഈ അച്ഛനെ ആ ഗെയിമിന്റെ ഒരു സാധനത്തിൽ പോലും തൊടാൻ പോലും സമ്മതിക്കത്തില്ല. എന്റെ കൂടെ കളിക്കാൻ ആരുമില്ല. ആ, അങ്ങനെ ഒത്തപ്പറ്റിച്ചില്ലല്ലോ. ഈ കുന്ത്രാട്ടത്തിൽ ഞാനും നിൽക്കും. പോടാ അവിടുന്ന്, ഞാൻ ഒറ്റയ്ക്ക് കളിക്കട്ടെ. അത് ബോളെങ്ങാണ്ട് എടുത്ത് അവൻ കാലിലെങ്ങാണ്ട് ഇട്ടതാ. ആ, അങ്ങനെ
ഇങ്ങനെ വൈകിക്കുവാ. ഞാൻ ആദ്യമേ എൻ്റെ കൂടെ തന്തയ്ക്ക് ഈ ബോൾ കളിച്ചിരുന്നെങ്കിൽ ഈ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? ഇനി ആ കുന്തറാണത് ഞാൻ കുറച്ചേരെ കുത്തട്ടെ. നീ അങ്ങനെ എന്നെ സൂപ്പിടാനൊന്നും നോക്കണ്ട. രാവിലെ മുതൽ ഈ അച്ഛ എന്നെ ചൊറിയാൻ വേണ്ടി നിൽക്കൂ. ഇത് ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഇതെനിക്ക് അമ്മയെടുത്ത് പറയണം. അടുക്കളയിൽ പോയി അമ്മയെ ശല്യം ചെയ്താൽ അമ്മ വന്ന് അച്ഛൻ്റെ സമാധാനങ്ങളായി. അങ്ങനെ അച്ഛന് പണി കൊടുക്കാം. അമ്മ, ഈ തന്തെ നമുക്ക് ഒലക്ഷിട്ട് വിട്ടാലോ? എനിക്കിന്നെ വേണ്ട. എനിക്ക് ശരിയാവത്തില്ല. എനിക്ക് സമാധാനമില്ല ഈ വീട്ടിൽ. ഞാൻ എങ്ങോട്ടേലും പോവോ അല്ലെങ്കിൽ. എന്തോ അമ്പോ? ആ പോട്ട് പോട്ട്. ഓഹോ, നീ ഇവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കുവല്ലേ? അടുക്കള പണി കൊണ്ടുവരാനായിട്ടാ. പൊന്നു മോനെ, എന്നോട് കളിക്കലേ തന്തേ. ഞാൻ നിനക്ക് 8ന്റെ പണി തരും. ആ മതിയാക്കി. അമ്പ് വാ, നമുക്ക് ബോൾ കളിക്കാം വാ. ആദ്യമേ ഇത് പോരായിരുന്നു. ഇനി ഞാൻ ബോൾ എടുത്തെറിയും, അച്ഛൻ പോയി എടുത്തോണ്ട് വരും. അതാണ് നമ്മുടെ കളി. അതെങ്ങനെയുണ്ട്? എന്നോടാ കളി. അമ്പുട്ടാ, ബിരിയാണി. ആഹാ, പൊളിച്ച്. രാവിലെ മുട്ടയാണെങ്കി എന്താ, ഉച്ചയ്ക്ക് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി. എന്താ ടേസ്റ്റ്. എനിക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടാട്ടോ. ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. ഇതിന് അച്ഛനും അമ്മ എൻ്റെ പുറകെ കിടന്ന് ഓടൊന്നും വേണ്ട. ഞാൻ നല്ല ഡാൻസ് ഒക്കെ കളിച്ച് പാട്ടൊക്കെ പാടി സെറ്റിക്കകത്തിരുന്ന് ഇങ്ങനെ കഴിച്ചോളൂ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാട്ടോ. കിട്ടിയതാൻ ടേസ്റ്റാണേ. ചിക്കൻ നല്ല ജ്യൂസി, റൈസൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട്. അവന് മുട്ടയാണെങ്കിൽ അവൻ്റെ പുറകെ കിടന്ന് ഓടണമല്ലേ? ബിരിയാണി തിന്നുന്നുണ്ടല്ലേ? ഇത് കഴിച്ചോളൂ ഇല്ലേ? ഉടായ്പ് പിള്ളേരാണെങ്കിൽ എല്ലാം കഴിക്കണം ഇല്ലേ? നമുക്ക് എന്താ മുട്ട കഴിച്ചാ അതിന് ബിരിയാണി കൊടുക്കണ്ടേ? രാവിലത്തെ മുട്ട എടുത്ത് കൊടുത്താൽ മതി. യവന ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ഈ കിട്ടിയതൊന്നും പോരെ എൻ്റെ കയ്യിൽ. എനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇത് എന്ത് കഷ്ടമാണ് കഴിച്ചത്. ഇങ്ങനെ ഒരാളെ പറ്റി ഞാൻ പാടണ്ടോ? ബിരിയാണി എനിക്ക് തന്നത് നന്നായി. ഇല്ലെങ്കിൽ ചിക്കൻ കറി തമ്പഴ കണ്ണിനിരുന്ന കാര്യം. നമ്മൾ അച്ഛനും കൂടി ഇച്ചി വരക്കൊക്കെ ആണെങ്കിലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരേ ടേംസിൽ ഇങ്ങനെ കിടക്കും കാര്യമൊക്കെ പറഞ്ഞ്. പിന്നെ അച്ഛന് ബോളടിക്കുമ്പോൾ എന്നെ എടുത്ത് വെച്ച് ഡമ്പലൊക്കെ അടിക്കും കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. തറയിടാതിരുന്നാൽ മതി. ഇട്ടാ എൻ്റെ കുണം മാറും കേട്ടോ. ഗൈസ്, പുറത്തു നല്ല മഴ. അവിടെ മഴയുണ്ടോ? കിരീടം കേട്ടോ. ബാ അമ്മ, അമ്മക്ക് എന്തോ നനഞ്ഞാലോ? വേണം? മഴയത്ത് പോണോ? അമ്മ പിന്നെ എന്താ ആഗ്രഹം പറഞ്ഞാലും സാധിച്ചു. ബാ അമ്മ, അമ്മക്ക് നനഞ്ഞാലോ? ആ മഴയായിട്ട് ചിറകിനിട്ട് നനച്ച് വല്ല പനി വരുമ്പോഴല്ലേ കയറി പോകേണ്ട രണ്ടെണ്ണം കൂടി. ഇതിപ്പോ എവിടെന്ന് വന്ന്? കുറച്ചു നേരം കൂടി കളിക്കാരൻ. ഇപ്പൊ നോക്കാ തന്ത പോയി കുളിക്കും. ഏട്ടാ, വരുവാ. എനിക്ക് അച്ഛനും അമ്മയും ഒരു ലോഡ് കളിപ്പാട്ടം മാറ്റി തന്നാലും എന്റെ ഫേവറേറ്റ് ചൂല. ഇതിന്റെ മണ്ടക്കേറി ലുട്ടാപ്പി പോകുന്ന പോലെ ഒന്നിരുന്ന് പോയില്ലെങ്കിൽ ഒരു വൈവ് കിട്ടത്തില്ല. എടാ, ഇത്രയും കളിപ്പാട്ടം ഇവിടെ ഉണ്ടായിട്ട് നിനക്ക് എന്തുവാണ് ഈ ചൂലിനോട് ഇത്രയും പ്രണയം? എനിക്ക് അറിയാൻ പേരാ എന്ന് ചോദിക്കുക. പിന്നെ ഞാൻ എന്തിനാ നിനക്ക് ഇത്രയും കാശ് കൊടുത്ത് കളിപ്പാട്ടം വാങ്ങിച്ചോണ്ടിരിക്കുന്നത്? ഇതൊക്കെ എടുത്ത് കളിച്ചുവിടാ. ഈ അഴുക്ക ചൂല് കണക്കുള്ള. ഓ തന്തേ, ഇതിന്റെ വൈബ് തന്തയ്ക്ക് വല്ലതും അറിയൂ? ഇതിന്റെ വൈബ് വേറെയാ. അങ്ങനെ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം ഒളിച്ചേ കളിക്കും. അത് ഭയങ്കര രസം. അച്ഛനാണെങ്കിൽ എന്നെ കുറേ നേരം കളിപ്പിക്കും. അമ്മയാണെങ്കിൽ അപ്പോഴത്തേക്ക് അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്നെ ഇനി ഉറക്കാനുള്ള പരിപാടിയാ. മുട്ട വാ, ഉറങ്ങാം വാ. മതി കളിച്ചത്, ഉറങ്ങാം വാ. ഉറങ്ങി എഴുന്നേറ്റാ പൊന്നിനമ്മ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി തരാം. ഏട്ടനോട് വാ, എന്നാലേ ഞാൻ കിടക്കത്തോളൂ. അമ്മ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി തരാന്ന് കൂടി പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പം ബൈ.